നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ മനുഷ്യൻ്റെ ലൈംഗിക വികാരങ്ങളെയും അനുഭവങ്ങളെയും അവൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ആകെത്തുകയോട് ബന്ധപ്പെടുത്തി വേണം പരിഗണിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുവാൻ എന്ന ആശയമാണ് ഞാൻ അവതരിപ്പിച്ചത്. ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടി ശരീരം, മനസ്സ്, ആത്മാവ്, ശരീരത്തിൻ്റെ ദാഹം, മാംസദാഹം, മനസ്സിൻ്റെ ദാഹം, വിജ്ഞാനത്തിന് വേണ്ടിയുള്ള ദാഹം, അറിവിൻ്റെ ദാഹം, ആത്മാവിൻ്റെ ദാഹം, സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമുള്ള ദാഹം. ഇത്രയും നാം കണ്ടു കഴിഞ്ഞു. ഈ വീഡിയോയിൽ എനിക്ക് പ്രധാനമായും ഏവരെയും ബോധിപ്പിക്കാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ ലോകത്തെമ്പാടും, കേരളത്തിലോ ഭാരതത്തിലോ മാത്രമല്ല ലോകത്തെമ്പാടും നിലവിലിരിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു തെറ്റിദ്ധാരണ, ലൈംഗികമായ പ്രശ്നങ്ങളെ നിയമത്തിൻ്റെ സഹായത്തോടെ നിയന്ത്രിക്കുകയും അതിജീവിക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സമൂഹത്തിൽ ലൈംഗിക സംബന്ധമായ അക്രമങ്ങൾ വർദ്ധിക്കുമ്പോൾ, സെക്സ് റിലേറ്റഡ് ക്രൈംസ്, അതിനോട് പ്രതികരിച്ചുകൊണ്ട് ആ സമൂഹം എന്താണ് ചെയ്യുന്നത്? ഭാരതത്തിൽ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കറിയാം. അതിനെ ചെറുക്കുന്നതിന് വേണ്ടി കൂടുതൽ കർശനമായ നിയമങ്ങൾ, ഡ്രാക്കോണിയൻ ലോസ്. പക്ഷേ അതിൻ്റെ പരിണിത ഫലം എന്താണ്? ഈ ലൈംഗിക അക്രമത്തിന് ഇരയായിക്കൊണ്ടിരുന്ന ആളുകളുടെ ജീവൻ അപകടത്തിലാകുകയാണ്. ഈ വലിയ കർശനമായ നിയമങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് സ്ത്രീകൾ ബലാത്സംഗപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ അവരെ കൊന്നൊടുക്കാൻ ആരും ശ്രമിച്ചില്ല. എന്നാൽ ബലാത്സംഗത്തിൻ്റെ ശിക്ഷ മരണശിക്ഷ വരെയാകാം എന്നതായപ്പോൾ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുന്ന പെൺകുട്ടികളെ കൊല്ലുകയാണ് ചെയ്യുന്നത്. തെളിവ് നശിപ്പിച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പം അതുകൊണ്ടെങ്കിലും നാം മനസ്സിലാക്കണം, നാം ഈ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നാം ഇപ്പോൾ പരാമർശിക്കുന്ന പ്രശ്നത്തിൻ്റെ പരിഹാരം നിയമം ഒരിക്കലുമാകുകയില്ല. നിയമം വേണ്ട എന്നല്ല ഞാനീ പറയുന്നത്. പക്ഷേ ഈ പ്രശ്നത്തിൻ്റെ ആത്യന്തികമായ പരിഹാരം നിയമമല്ല. ലൈംഗിക അതിക്രമങ്ങളുടെയും ഭ്രാന്തിൻ്റെയും മരുന്ന് നിയമമല്ല, സ്നേഹമാണ്. ഇത് നാം ഒരുപക്ഷെ എനിക്ക് നിങ്ങളോട് അറിയിക്കാനുള്ള ഏറ്റവും വലിയ ആത്മീയമായ പരിജ്ഞാനം ഇതാണ്. പക്ഷേ ഇക്കിളികളെ പ്രതീക്ഷിച്ച് വരുന്ന ആളുകൾക്ക് ഞാൻ പറയുന്നതിന് ഒരു വിലയുമില്ല എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല എന്നതെനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ സീരീസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഈ സീരീസ് മുഴുവനും കാണുമെങ്കിൽ മാത്രമേ ഞാൻ അവതരിപ്പിക്കുന്ന ദർശനത്തിൻ്റെ പ്രയോജനം അല്ലെങ്കിൽ അതിൻ്റെ റെലവൻസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ, വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ഇടയാകുകയുള്ളൂ. അപ്പോൾ എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്, മനുഷ്യൻ്റെ ലൈംഗികമായ അനാർക്കി, സെക്ഷൽ അനാർക്കി എന്ന് പറഞ്ഞാൽ നീതി നിയമങ്ങൾ ഉത്തരവാദിത്വ ബോധമില്ലാതെ ഭ്രാന്ത് പിടിച്ചുള്ള ആ ഒരു അവസ്ഥ, എല്ലാ ധാർമ്മിക ബോധങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മനുഷ്യൻ മൃഗത്തേക്കാൾ മോശമായി ഈ ഒരു അനുഭവത്തിൽ തോടുള്ള ബന്ധത്തിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ഒരു മൃഗവും റേപ്പ് ചെയ്യാറില്ല, റേപ്പ് ചെയ്യുന്ന വിക്ടിംസിനെ കൊല്ലാറില്ല. അതുകൊണ്ടാണ് ഈ അനാർക്കി എന്ന വാക്യാണ് ഉപയോഗിക്കുക, സെക്ഷൽ അനാർക്കി. അതിൻ്റെ പ്രതിവിധി നിയമമല്ല, സ്നേഹമാണ് എന്നതാണ് എൻ്റെ തീസിസ്. അപ്പം അതുകൊണ്ട് ഇത് കുറച്ചുകൂടി വ്യക്തമായി നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് ന്യായമായും ചോദിക്കണം, സ്നേഹമെന്നാൽ എന്ത്? സെക്സ് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, ആരും ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യമില്ല. പക്ഷേ അതും ശരിക്കും അറിയില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ആ ദിശയിലേക്ക് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. എന്നാൽ താൻ പറയുന്ന സ്നേഹം എന്താടോ എന്ന് ചോദിക്കണം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം,
ലൈംഗികമെന്നത് രണ്ട് വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ്, എ മാൻ ആൻഡ് എ വുമൺ. അതുകൊണ്ട് തന്നെ അത് രഹസ്യമാണ്. ഒരു പുരുഷ സ്ത്രീയുടെ ലൈംഗിക ബന്ധം പബ്ലിക്കിലല്ല, നമുക്കറിയാം. അതൊരു സ്വകാര്യതയിലാണ്. എന്നാൽ ബൗദ്ധികമായ ദാഹം, മാംസദാഹം പോലെ ബൗദ്ധികമായ അത് രണ്ട് വ്യക്തികൾ മധ്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അതൊരു സമൂഹത്തെ ആകമാനം ഉൾക്കൊള്ളുന്നതാണ്. ഇറ്റ് നെസസറിലി ഇൻവോൾവ്സ് അതർ പീപ്പിൾ. അത് രഹസ്യമാകാം, പരസ്യവുമാകാം, രണ്ടുമാകാം. ഇപ്പം ഞാൻ എൻ്റെ മുറിയിലിരുന്നൊരു പുസ്തകം വായിക്കുന്നു, എന്നെ തന്നെ മറന്ന് ഞാൻ പുസ്തകം വായിക്കുന്നു. അത് രഹസ്യമാണ്. അത് രഹസ്യമാണെങ്കിലും പരസ്യമായാലും പ്രശ്നമില്ലാത്തതാണ്. എന്നാൽ ഈ ആശയമുണ്ടാക്കുന്നത് ഞാനല്ല. ഈ സംസ്കാരമാകെ കൂടെ പങ്കെടുത്തിട്ടാണ് ഈ ആശയങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ഗുണഭോക്താവാണ് ഞാൻ. അപ്പോൾ എനിക്ക് അതീതമായ ഒരു സമൂഹമുണ്ടെങ്കിൽ മാത്രമേ ബൗദ്ധികമായ എൻ്റെ ദാഹത്തിന്, എൻ്റെ വിശപ്പിന് ശമനമുണ്ടാകുകയുള്ളൂ. എന്നാൽ കുറച്ചുകൂടെ അങ്ങോട്ട് കഴിയുമ്പോൾ അതിനേക്കാളപ്പുറത്ത് ആത്മീകമായ ദാഹം, അതാണ് സ്നേഹമെന്ന് ഞാൻ പറഞ്ഞു. അത് വരുമ്പോൾ ഒരു സമൂഹം മാത്രമല്ല, മാനവരാശി മുഴുവനും അതിലുൾപ്പെടും. അത് കുറച്ചൊന്നും സ്നേഹമല്ല. മനുഷ്യൻ അവനോട് തന്നെ ചെയ്ത അപരാധം എന്താണ്? അവൻ സ്നേഹത്തെ ഉപേക്ഷിച്ച് തുച്ഛമായ സാർവലൗകികമായ ആ വ്യാപ്തിയുള്ള എല്ലാറ്റിനെയും ഉൾക്കൊള്ളേണ്ട പ്രപഞ്ചത്തെപ്പോലെ മനുഷ്യനെ വളരുവാൻ സഹായിക്കാൻ പര്യാപ്തമായ ഈ സ്നേഹമെന്ന മർമ്മത്തെ ഉപേക്ഷിച്ച് അവനിൽ തന്നെ ചുരുങ്ങി ഇൻ്റലക്ച്വലായിട്ടുള്ള ബൗദ്ധികമായിട്ടുള്ള താല്പര്യങ്ങൾ അതും പിന്നെ ഉപേക്ഷിച്ച് ഇപ്പോൾ വെറും ശാരീരികമായ ഇക്കിളികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ യുഗത്തിലാണല്ലോ വസിക്കുന്നത്. നിങ്ങളൊരു 10 സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽസ് ഒന്ന് ശ്രദ്ധിച്ചാൽ അതിലേറ്റവും കൂടുതൽ ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനലാണെന്ന് നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ സബ്സ്ക്രിപ്ഷൻ ഏത് ചാനലിലാണെന്ന് നോക്കിയാൽ മതി. ഞാനീ പറയുന്ന മർമ്മം നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടും. അപ്പോൾ മനുഷ്യൻ്റെ താല്പര്യങ്ങൾ ഈ വിശാലതയിൽ നിന്ന് ചുരുങ്ങി അവൻ്റെ സ്വകാര്യതയിലേക്ക് ഉണങ്ങിപ്പോയി, ചുരുങ്ങിപ്പോയി. ഇതുകൊണ്ട് മനുഷ്യൻ്റെ വ്യക്തിത്വത്തിൽ കാര്യമായ കോട്ടം സംഭവിക്കുന്നു. ഇനിയും ഇതിനോട് ബന്ധമുള്ള എന്നാൽ അല്പം വ്യത്യാസമുള്ള ഒരാശയം എനിക്കിപ്പോൾ അവതരിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. മനുഷ്യൻ്റെ ജീവിത അവസ്ഥ, അതിൽ 2 തരത്തിലുള്ള ധാർമ്മിക ഘടകങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ 2 വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. അതാണ് കുറച്ചുകൂടി നമുക്ക് വ്യക്തമായി ചിന്തിക്കാൻ സഹായിക്കുന്നത് കൊണ്ട് ഞാൻ ആ പദങ്ങൾ ഇവിടെ ഉപയോഗിക്കുകയാണ്. ഒന്ന് മൊറാലിറ്റി എന്ന് പറയും, മറ്റേത് എത്തിക്സ് എന്ന് പറയും. ഇന്ത്യയിൽ പൊതുവേ മൊറാലിറ്റിയും എത്തിക്സും ഒരേ വാക്ക് പോലെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷേ അത് ശരിയല്ല. മൊറാലിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് എന്നോടുള്ള ബന്ധത്തിൽ ഞാൻ പാലിക്കേണ്ട നിയമങ്ങൾ, അച്ചടക്കങ്ങൾ, ഡൂസ് ആൻഡ് ഡോൺസ്, അതാണ് മൊറാലിറ്റി. എനിക്ക് എന്നെ അബ്യൂസ് ചെയ്യാൻ കഴിയും, എനിക്ക് എന്നെ ചപ്പൻ ചവറുമാക്കി മാറ്റാൻ കഴിയും, എനിക്കെന്നെ അടിമത്വത്തിൻ്റെ നുഖത്തിൻ്റെ കീഴിൽ മനഃപൂർവ്വം കൊണ്ട് കെട്ടിയിടാൻ സാധിക്കും, എനിക്കെന്നെ മറ്റുള്ളവരുടെ ചവിട്ടുകൊറ്റയിലിടാനും സാധിക്കും. അതുപോലെ തന്നെ എനിക്കെന്നെ ഉത്തമമായ മഹത്വമുള്ള ഒരു വ്യക്തിത്വമായി
വളർത്തുവാനും സാധിക്കും. അതെല്ലാവർക്കും സാധിക്കും. പട്ടിണി പാവങ്ങൾക്ക് പോലും അത് സാധിക്കും. അത് സൂചിപ്പിക്കാനാണ് യേശു ആ വിധവയുടെ 2 കൊച്ചു കാശിൻ്റെ കഥ പറയുന്നത്. നിൻ്റെ അവസ്ഥ ഏതായാലും ഈ മഹത്വീകരിക്കപ്പെട്ട മഹത്വമേറിയ അവസ്ഥയിലേക്ക് വളരുവാൻ നിനക്ക് സാധിക്കും. പക്ഷേ അത് സാധിക്കണമെങ്കിൽ ആ വിധവയെപ്പോലെ നിൻ്റെ അല്പമായ വിശപ്പിൽ നിന്ന്, താല്പര്യത്തിൽ നിന്ന്, കരുതലുകളിൽ നിന്ന് വിശാലമായൊരു ലോകത്തിലേക്ക് നിനക്ക് വളരാൻ കഴിയണം. ദേവാലയത്തിൻ്റെ ഭണ്ഡാരത്തിൽ വന്ന് പണം ഇട്ടുകൊണ്ടിരുന്ന പണക്കാർ, അവർ ചെറിയ ചെറിയ ചുക്കിച്ചുരുങ്ങിയ ആളുകളാണ്. ഈ വിധവയെ 2 കൊച്ചു കാശും കയ്യിൽ വെച്ച് അവളെ തന്നെ മറന്ന് ദാനം ചെയ്യുന്ന ആ ഒരു സ്ത്രീയെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഈ ധനാഢ്യരായ ആളുകൾ വെറും കൃമികളാണ്. അത് യേശുവിൻ്റെ കണ്ണിൽ കൂടെ നോക്കിയെങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാകുകയുള്ളൂ. കാരണം നമ്മെ പരുവപ്പെടുത്തിയെടുത്തിട്ടുള്ള സമൂഹം, എൻ്റെ കാഴ്ചപ്പാട് ഈ മാംസപരമായ കാഴ്ചപ്പാടാണ്. ബൗദ്ധികമില്ല, ആത്മീയവുമില്ല. മതം ഇഷ്ടം പോലെയുണ്ട്, പക്ഷേ മതം ശരീരത്തിൻ്റെ മതം മാത്രമാണ്. അതുകൊണ്ടാണ് ഈ ശരീരത്തിൻ്റെ സ്വഭാവം എന്താണ്? കിട്ടണമെന്ന് മാത്രം. ശരീരത്തിന് ഒറ്റ കാര്യം അറിയത്തുള്ളൂ: കിട്ടണം, കിട്ടിയില്ലെങ്കിൽ എടുക്കണം. അങ്ങനെ ശരീരം കൊണ്ട് നടക്കുന്നവരാണ്, ശരീരം മാത്രം കൊണ്ട് നടക്കുന്നവരാണ് കള്ളന്മാർ. അവരാരോടിടപെട്ടാലും, അവരാരായാലും, മന്ത്രിയായാലും, ബിഷപ്പായാലും, പ്രൊഫസറായാലും, ഭർത്താവായാലും, ഭാര്യയായാലും, ഈ മാംസപിണ്ഡമായി മാത്രം കഴിയുന്നവർ, ആരോട് എവിടെയൊക്കെ ഏത് സാഹചര്യത്തിൽ ബന്ധപ്പെട്ടാലും നിന്നാലും പ്രവർത്തിച്ചാലും ഒറ്റ കാര്യം: ദാഹം. എന്താണ് മാംസദാഹം? എനിക്ക് കിട്ടണം, അതിൽ കൊടുക്കണമെന്നോ പങ്കിടണമെന്നോ ചിന്തയില്ല. ആ മാംസദാഹം കൊണ്ട് പ്രവർത്തിക്കുന്നവരും കള്ളന്മാരാണ്, thieves. അതാണ് പൈശാചിക മർമ്മം. അതുകൊണ്ടാണ് യേശു സാത്താനെ വരച്ച് കാണിക്കുമ്പോൾ, റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ അവൻ കള്ളനാണ് എന്ന് പറയും. ദ തീഫ് കംസ്. മോഷ്ടിപ്പാനും മറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. നിങ്ങൾ ആ 3 ക്രിയകൾ നോക്കുക: മോഷ്ടിപ്പാനും, അറുപ്പാനും, മുടിപ്പാനും. ആ 3 ക്രിയകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ 3ഉം ഇങ്ങോട്ടെടുക്കുന്ന പരിപാടിയാണ്, അങ്ങോട്ടൊന്നും കൊടുക്കുന്നത് അവിടെയില്ല. അതാണ് സാത്താന്യ മർമ്മം. ഈ മർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ മുഴുവനും പൈശാചിക ശക്തികളാണ്. അവരെത്ര പരിശുദ്ധ വസ്ത്രമിട്ടാലും, എത്ര ബാറയ്ക്കുവാൻ അടിച്ചാലും, എത്ര കുരിശ് വരച്ചാലും, എത്ര കുമ്പസാരിച്ചാലും കുമ്പസാരിപ്പിച്ചാലും, എത്ര സർക്കമെൻ്റ് വാരി വിതറിയാലും, കിഴക്കോട്ട് തിരിഞ്ഞോ പടിഞ്ഞാറ് നിന്നോ ഈ കാര്യങ്ങൾ ചെയ്താലും അവർ കള്ളന്മാരാണ്, അവർ പൈശാചികരാണ് എന്ന ഒരു തിരിച്ചറിവ് ക്രിസ്തീയ സമൂഹത്തിൽ ഇല്ലാതെ പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മൊറാലിറ്റി. ഞാൻ എങ്ങനെ എന്നോട് ബന്ധം പുലർത്തും? നമുക്കറിയാം, ഞാൻ എങ്ങനെ എന്നോട് ബന്ധം പുലർത്തുന്നു എന്നതിനകത്ത് അനേക പാപങ്ങൾ പതിയിരിപ്പുണ്ട്, അപകടങ്ങൾ പതിയിരിപ്പുണ്ട്. ഇപ്പോൾ ആത്മഹത്യ പോലും ഞാൻ എന്നോട് എങ്ങനെ ബന്ധം പുലർത്തുന്നു എന്നതിൻ്റെ പരിണിത ഫലമാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുഴുവനും ഉൾക്കൊള്ളുന്നതാണ് മൊറാലിറ്റി എന്ന വാക്ക്. എത്തിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ മറ്റുള്ളവരുമായി ബന്ധം പുലർത്തുന്നു. അവിടെയാണ് യേശു പറഞ്ഞില്ലേ, നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. നീ എങ്ങനെ നിന്നെ സ്നേഹിക്കുന്നു അത് മൊറാലിറ്റിയും, നീ എങ്ങനെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്നു എന്നത് എത്തിക്സുമാണ്. നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അർത്ഥവത്തായി ചിന്തിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, മാംസദാഹം എന്നത് എനിക്ക് എന്നെപ്പറ്റി മാത്രമുള്ള എൻ്റെ ദാഹം. അതിനാരെയും ഞാൻ കരുവാക്കും. എന്നാൽ ആ മാംസദാഹത്തിൽ നിന്ന് ബൗദ്ധ്യദാഹത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഒരാശയം പോലും പങ്കിടാതെ അതിൻ്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാൻ സാധ്യമല്ല. ഞാൻ എന്തുകൊണ്ട് എഴുതുന്നു? ഞാൻ എന്തുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ നടത്തുന്നു? എൻ്റെ മനസ്സ്
ദൈവം അറിവ് കൊണ്ട് പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കുമ്പോൾ അത് നിങ്ങളോട് പങ്കിട്ടില്ല എങ്കിൽ ഞാൻ ശ്വാസം വിട്ട് മരിച്ചു പോകും. അത് ഈ ഒരു ജീവിതത്തിൻ്റെ അനിവാര്യമായ അച്ചടക്കമാണ്. അങ്ങനെ ചെയ്യാതിരിക്കാൻ എനിക്ക് വഴിയില്ല. പങ്കിടുക, ഷെയർ, അത് ഇൻ്റലക്ച്വൽ ലൈഫിൻ്റെ ഒരു അനിവാര്യതയാണ്. മൂന്നാമത്, സ്നേഹത്തിലേക്ക് വരുമ്പോൾ അത് ഇപ്പോൾ ഇൻ്റലക്ച്വൽ ലൈഫിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന ഇൻ്റലക്ച്വാലിറ്റി മാത്രമാണ്. എന്നാൽ സ്നേഹത്തിൽ വരുമ്പോൾ അതെല്ലാം പങ്കിടുന്നു. സ്വത്ത് മുതൽ തൊട്ട് സ്വത്വം വരെ, സ്വത്ത് തൊട്ട് സ്വത്വം വരെ പങ്കിടുന്നു. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. എന്നാൽ ഇത് പങ്കിടുമ്പോൾ അതിൻ്റെ പരമമായ ലക്ഷ്യം അത് മനസ്സിലാക്കിയത് സ്നാപക യോഹന്നാനാണ്. അത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം യേശു പറഞ്ഞ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ അപ്പുറത്താരുമില്ല. യോഹന്നാൻ എന്ത് പറഞ്ഞു? ഞാനോ കുറയണം, നീയോ വളരണം. സ്നേഹത്തിൻ്റെ ആധികാരികത അതാണ്. നിങ്ങൾ മാതാപിതാക്കന്മാരെ ശ്രദ്ധിക്കൂ. അവർ സ്നേഹിക്കുമ്പോൾ അവരിതാണ് പറയുന്നത്, ഞാനോ കുറയണം, നീയോ എൻ്റെ മകനെ, എൻ്റെ മകളെ വളരണം. ഞാനൊരു പിതാവാണ്, അതുകൊണ്ട് എനിക്കിത് മനസ്സിലാകും. അനുഭവത്തിൽ കൂടെയാണ് ഞാനിത് പറയുന്നത്. എന്നാൽ ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിൽ അങ്ങനെ പറയുന്ന ആരുമില്ല. മാത്രവുമല്ല, പുരുഷാധിപത്യം, നീയോ കുറയണം, ഞാനോ വളരണം. ആ ആധിപത്യത്തിൽ വരുമ്പോൾ ശബ്ദമില്ലാതെ സ്ത്രീയുടെ ഉള്ളിൽ പറയും, എന്നാ ഒന്ന് കണ്ടത് തന്നെ. അതിൻ്റെ പേരാണ് ഈ സ്ത്രീ പുരുഷ യുദ്ധം, ജെൻഡർ വോർ എന്ന് പറയും. അപ്പോൾ സ്നേഹരാഹിത്യത്തിൽ സംഭവിക്കുന്ന പാളിച്ചകൾ അനേകമാണ്. എൻ്റെ ലിസ്റ്റ് ഒന്നും പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അത് അവതരിപ്പിക്കാൻ തുടങ്ങിയാൽ നാളുകളങ്ങ് പോകും. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് സ്നേഹം. അപ്പോൾ വിശപ്പ്, പരിജ്ഞാനത്തിൻ്റെ ദാഹം, ആത്മാവിൻ്റെ ദാഹം സ്നേഹമാണ്. ആഹാരം, ആശയം, സ്നേഹം, ഈ 3 ഘടകങ്ങളാണ്. ഇത് വ്യക്തമായി ധരിച്ചിരിക്കണം. അപ്പോൾ സ്നേഹത്തിലേക്ക് വരുമ്പോൾ നാം എന്താകുന്നു? നമ്മിൽ നിന്ന്, അതുവരെ നാം നമ്മിൽ തന്നെ ഒതുങ്ങി നമ്മുടെ കാര്യം മാത്രം, മാംസത്തിൻ്റെ സ്വഭാവമായ എൻ്റെ കാര്യം, എൻ്റെ സുഖലോലുപത, മൈ പ്ലഷർ, എൻ്റെ ആസ്വാദ്യത, മത്ത് പിടിച്ച് ജീവിക്കാനുള്ള എൻ്റെ വ്യഗ്രത. ആധുനിക സംസ്കാരത്തെപ്പറ്റി പറയുന്നത് ഇറ്റ്സ് എ പ്ലഷർ സീക്കിംഗ് ആൻഡ് പ്ലഷർ മാക്സിമൈസിങ് കൾച്ചർ. രണ്ടാമത്, പ്ലഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂണിലാറ്ററൽ. ജോയ് ഈസ് ഓൾവേസ് ഷെയർഡ്. എറിക് ഫ്രോം എന്ന് പറയുന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഡിസ്ട്രക്റ്റീവ്നെസ്. അതിനകത്ത് ഈ ആശയം വളരെ വ്യക്തമായി അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. അതും നെറ്റിൽ ഉള്ളതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ സെക്സും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സെക്സിൽ ഇപ്പോൾ അതിൻ്റെ അവസ്ഥയിൽ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ തൻ്റെ നിർവൃതിക്കായി ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു. സ്ത്രീ പുരുഷനെയും പുരുഷൻ സ്ത്രീയെയും രണ്ടും ഉണ്ട്. ഇതെനിക്ക് കൂടുതൽ മനസ്സിലാക്കാനിടയായത് ഞാൻ HIV/AIDS മേഖലയിൽ 5-6 വർഷം വളരെ അധികമായി ക്ലേശം ചെയ്ത് അതിനെപ്പറ്റി 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വിവിധമായ വശങ്ങൾ ഞാൻ റിസർച്ച് ചെയ്തപ്പോഴാണ് ഇതിൻ്റെ പ്രത്യേകതകൾ എനിക്ക് മനസ്സിലായത്. ഞാനത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ പുസ്തകങ്ങൾ വായിക്കാവുന്നതാണ്. ആദ്യത്തെ പുസ്തകത്തിൻ്റെ പേര് ഹെറസി ആൻഡ് പ്രോഫസി, രണ്ടാമത്തേത് ക്രോസ് കൾച്ചറൽ ഇഷ്യൂസ് ഇൻ എയ്ഡ്സ്. പോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശാലത നമ്മുടെ വ്യക്തിത്വത്തിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ മൊറാലിറ്റിയും എത്തിക്സും വിൽ ബി ടേക്കൺ കെയർ ഓഫ്. നമുക്ക് നമ്മെ തന്നെ കരുതുവാൻ സാധിക്കണമെങ്കിൽ നാം മറ്റുള്ളവരെയും മനുഷ്യജാതിയെയും കരുതണം. ഇത് ദൈവം സൃഷ്ടിച്ച മർമ്മമാണ്. ഞാൻ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ഞാൻ എൻ്റെ ശത്രുവായിത്തീരുന്നു. ഞാൻ എനിക്ക് വേണ്ടി മാത്രം, എൻ്റെ സുഖത്തിനും സൗകര്യത്തിനും വേണ്ടി മാത്രം ജീവിക്കുമ്പോൾ ദൈവം എനിക്ക് നൽകിയ സാധ്യതകളെയും ശക്തികളെയും
ഞാൻ ദുരുപയോഗം ചെയ്യുകയും അതെൻ്റെ വിനയായി ഞാൻ തീർക്കുകയും ഞാൻ മറ്റുള്ളവർക്ക് വിനയായി തീരുകയും ചെയ്യുന്നു. ഇതാണ് ജീവിത സത്യം. എന്നാൽ ഇത് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല. നാം അവരെ ഏറ്റവും സുഖലോലുപതയെ വളർത്തുന്നതാണ് അവരോട് നമ്മുടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രകടനമെന്നൊക്കെയാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ അരാജകത്വത്തിലേക്ക് നാം അറിയാതെ അനുദിനം വഴി നടത്തുകയാണ് എന്നത് മാതാപിതാക്കന്മാരെങ്കിലും തിരിച്ചറിയണം. എന്തുകൊണ്ടാണ് ഈ കാലത്ത് മനുഷ്യന് അവൻ്റെ ലൈംഗികമായ വികാരങ്ങളുടെ മേൽ യാതൊരു നിയന്ത്രണവുമില്ല? ഈ അടുത്തിടെ ഒരു ബിഷപ്പ് പറഞ്ഞ പോലെ ആ ലൈംഗികതയുടെ സ്വിച്ചില്ല എന്ന് പറയാൻ കാര്യം എന്താണ്? അത് ഈ അടുത്തിടെ കണ്ടുപിടിച്ചതാണല്ലോ. ഒരു കാലത്ത് അങ്ങനെ നിയന്ത്രിക്കാമെന്ന് വിചാരിച്ചിരുന്നുവല്ലോ. ആധുനിക ഹിന്ദു സംസ്കാരത്തിൽ ലൈംഗികതയുടെ മേൽ നിയന്ത്രണം പ്രാപിച്ചെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക്, പ്രത്യേകിച്ച് ഷൈവായി ട്രഡീഷനിൽ, അത് കുറേ കൂടെ അസറ്റിക് ട്രഡീഷനാണ്, ആധ്യാത്മികമായി വളരുവാൻ സാധിക്കുകയുള്ളൂ എന്ന വ്യക്തമായ ധാരണ ഷൈവായി ട്രഡീഷനിലുണ്ട്. ഹിന്ദുവിസത്തിൻ്റെ എല്ലാ ട്രഡീഷനിലുമുണ്ട്, പ്രത്യേകിച്ച് ഇതിലുമുണ്ട്. അത് തന്നെ ഇപ്പോൾ യേശു മണലാരണ്യത്തിൽ പോയി 40 രാവും പകലും ഉപവസിച്ചു എന്ന് പറയുമ്പോൾ മാംസത്തിന് തൻ്റെ വ്യക്തിത്വത്തിൻ്റെ മേൽ അതുവരെ ഉണ്ടായിരുന്ന ആ സ്വാധീനം, ആധിപത്യമായിരുന്നില്ല, സ്വാധീനം, അത് ഏറ്റവും കുറച്ചിട്ട്, അതുകൊണ്ട് തന്നെ ലൈംഗികതയുടെ സ്ഥാനത്ത് സ്നേഹത്തെ സ്ഥാപിക്കുക, അതാണ് വ്യക്തിത്വത്തിൻ്റെ ഉദ്ധാരണം. ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സാർവലൗകിക മനുഷ്യ അവസ്ഥയായ ഈ ലൈംഗികത, അല്ലെങ്കിൽ ലൈംഗികത ആധിപത്യം ചെയ്യുന്ന മനുഷ്യൻ്റെ ഈ അവസ്ഥ, അവിടെ ലൈംഗികതയുടെ സ്ഥാനത്ത് സ്നേഹത്തെ പ്രതിഷ്ഠിക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് സെക്സ് വിത്ത് ലവ്. ലവ് includes sex, but love sanctifies sex. ഇനി വളരെ വിവാദം ഉണ്ടാക്കാവുന്ന ഒരാശയം ഞാൻ പറയാൻ പോവുകയാണ്. ഇത് നിങ്ങൾ ചിന്തിക്കുന്നതിന് വേണ്ടി മാത്രം. ഇത് ഞാൻ കണ്ടുപിടിച്ച ആത്യന്തികമായ സത്യമാണ്, ഇതിനപ്പുറത്തൊരു സത്യമെന്നൊന്നും ഒരു അവകാശവും എനിക്കില്ല. ഇപ്പം നമ്മൾ പറയുന്നു, കന്യാമറിയാം വിശുദ്ധ ഗർഭം ധരിച്ചു, ഇമാക്യുലേറ്റ് കൺസെപ്ഷൻ എന്ന് പറയും. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു. ഞാൻ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കുന്നത് പൂർണ്ണതയുടെ ആത്മാവായിട്ടാണ്. നിങ്ങളുടെ വ്യക്തിത്വത്തിൽ നിങ്ങളുടെ ശരീരം, മനസ്സ്, ആത്മാവ്, ഈ 3 ഘടകങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ പ്രവർത്തിക്കുകയും പരസ്പര സമന്വയത്തിൻ്റെയും പൂർണ്ണതയിലെത്തുമ്പോൾ ഓരോ ഘടകവും അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നു. എന്നാൽ അത് പോരാ, ഈ പൂർണ്ണത പ്രാപിക്കുന്ന 3 ഘടകങ്ങളും പരസ്പര സമന്വയത്തിലും പൂർണ്ണത പ്രാപിക്കുന്നു. അത് 3 ദിശയിലേക്ക് വലിച്ചാലോ അത് വലിയ പ്രശ്നമാകും. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു പരിപൂർണ വികസനം പ്രാപിച്ച സമന്വയത്തിൻ്റെ 2 വ്യക്തിത്വങ്ങൾ, കന്യാമറിയാമിനെയും ജോസഫിനെയും ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ യേശു കന്യാമറിയാമിൻ്റെയും യോസഫിൻ്റെയും ശാരീരിക, ആധ്യാത്മിക, ബൗദ്ധിക ബന്ധം, 2 വലിയ വ്യക്തിത്വങ്ങളുടെ ഒന്നായിത്തീരുന്ന അവസ്ഥയുടെ ഉൽപ്പന്നമാണ് എങ്കിൽ അത് എൻ്റെ വിശ്വാസത്തെ കടുകുമണി പോലും കുറയ്ക്കയില്ല, അത് വർദ്ധിപ്പിക്കത്തേയുള്ളൂ. കാരണം അത് എൻ്റെ മാനുഷികമായ അവസ്ഥയോട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്നു. ഒരു സ്ത്രീ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു എന്ന് പറയുമ്പോൾ അത് എൻ്റെ അവസ്ഥയുമായിട്ട് അല്പം ദൂരെ നിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഇപ്പോൾ മറിയാമും ജോസഫും അവർ ഒന്നായിത്തീരുന്ന അവസ്ഥ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുന്ന അവസ്ഥയാണ്. കാരണം എന്താണ്? പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ പൂർണ്ണതയുടെ ആത്മാവാണ്. കന്യാമറിയാം പൂർണ്ണതയിലും യൗസേഫ് പൂർണ്ണതയിലുമാകുമ്പോൾ ഈ 2 പൂർണ്ണതകൾ ഒന്നായിത്തീരുമ്പോൾ ഉണ്ടാകുന്ന ആ വലിയ അഭൗമമായ പൂർണ്ണത, അതാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിലാണ് കന്യക ഗർഭം ധരിച്ചത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
മറ്റൊന്നും എൻ്റെ അനുഭവത്തോടോ എൻ്റെ ബുദ്ധിയിലോ ഒതുങ്ങുന്നതല്ല. അതാണ് സ്നേഹത്തിൻ്റെ അനുഭവം. യേശു ജനിച്ചത് സ്നേഹത്തിൽ നിന്നാണ്, സെക്സിൽ നിന്നല്ല. യേശു ജനിച്ചത് സ്നേഹത്തിൽ നിന്നാണ്, സെക്സിൽ നിന്നല്ല. ഈ മനുഷ്യജാതിയുടെ ഇപ്പോഴത്തെ ശാപം എന്താണെന്നറിയാമോ? ബഹുഭൂരിപക്ഷം കുഞ്ഞുങ്ങളും ജനിക്കുന്നത് സ്നേഹത്തിൽ നിന്നല്ല, സെക്സിൽ നിന്നാണ്. അതാണ് ഈ അൺവാണ്ടഡ് പ്രഗ്നൻസി എന്നൊക്കെ പറയുന്നത്. എത്രയോ മില്യൺ ഭ്രൂണങ്ങളെയാണ് കൊല്ലുന്നത്. അത് സ്നേഹമില്ലാതെ സെക്സിൽ കൂടെ എങ്ങനെയോ ഉണ്ടാകുന്ന അധികപ്പറ്റുകളാണിത്. ഇത് തന്നെ നമ്മെ ചിന്തിപ്പിക്കേണ്ട ഭീകരമായ ഒരവസ്ഥയാണ്. യേശു അങ്ങനെയല്ല ജനിച്ചത്. അവൻ പരിശുദ്ധാത്മാവിൽ ജനിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് പോലെ അല്ല, സഭ പഠിപ്പിക്കുന്നത് പോലെ അല്ല. ഞാൻ വ്യക്തമായി നിങ്ങളോട് പറയുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മകനുണ്ട്, അവൻ വിവാഹം ചെയ്യാൻ പോവുകയാണ്. അവന് നിങ്ങളൊരു പെൺകുട്ടിയെ കണ്ടുപിടിക്കുന്നു. ഇവർ ഒന്നായി ചേരുന്നതിൽ കൂടെ കുഞ്ഞുങ്ങളുണ്ടാകാൻ നിങ്ങൾക്കറിയാം. അവർക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞുങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ഉടലെടുത്തവരായിത്തീരാൻ സാധ്യതയുണ്ട് എന്നത് സുവിശേഷമാണ്. പക്ഷേ അത് അങ്ങനെ സാധിക്കണമെങ്കിൽ നിങ്ങളുടെ മകനെ വളർത്തിയതും മറ്റ് 2 അപ്പനും അമ്മയും അവരുടെ മകളെ വളർത്തിയതും ഈ ഒരു ദർശനത്തോടുകൂടെ ആയിരിക്കണം. അവരുടെ വ്യക്തിത്വത്തിൽ ഈ സമഗ്രമായ വികസനമുണ്ടാകുകയും യേശുവിനെ പോലെയുള്ള വ്യക്തിത്വം, അതിന് ഉതകുന്ന പരിശീലനം അവർക്ക് പിറവി തൊട്ടേ കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ഒരു സ്ത്രീയും പുരുഷനും ഒന്നാകുമ്പോൾ അതിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ നിശ്ചയമായും പരിശുദ്ധാത്മാവിനാൽ ജനിപ്പിക്കപ്പെട്ടവരായിരിക്കും, സംശയമില്ല. അങ്ങനെയുള്ള ജനനം വളരെ വളരെ അപൂർവമായതുകൊണ്ടാണ് നമുക്കതിൽ വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നത്. മനുഷ്യരാശിയുടെ ശാപം. നാം കവി പറയും, സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു എന്നൊക്കെ പാടും. പക്ഷേ സ്നേഹമൊന്നുമില്ല, സെക്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ അങ്കലാപ്പ്. ഈ സെക്സിനെ നമുക്കെങ്ങനെ നിയന്ത്രിക്കാം? നമ്മൾ ചെയ്തത് മുഴുവനും ഈ തലത്തിൽ മാത്രമാണ്. നമ്മൾ അറിഞ്ഞതും കണ്ടതും കേട്ടതും നമ്മൾ ഓടിയതും അന്വേഷിച്ചതും കാംക്ഷിച്ചതും അനുഭവിച്ചതുമില്ല, ഇത് മാത്രമാണ്. സ്നേഹത്തിൻ്റെ തലത്തിൽ ഉയരുവാനോ അതിനുതകുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനോ ആരാണ് ശ്രമിച്ചിട്ടുള്ളത്? പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ഈ സ്നേഹത്തിൻ്റെ വെളിച്ചം കൊണ്ടുപോകാൻ ആരാണ് ശ്രമിച്ചിട്ടുള്ളത്? ഒന്നുമില്ല. പിന്നെ പറയും, അയ്യോ ഈ ലൈംഗിക അരാജകത്വത്തിൽ നിന്ന് യുവതീ-യുവാക്കന്മാരെ എങ്ങനെ രക്ഷിക്കാം? ഞാൻ പറയുന്നത് നിങ്ങൾ അതിൻ്റെ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലെടുത്താൽ ഞാൻ ധൈര്യം പൂണ്ട് നിങ്ങളോട് പറയും, കുഞ്ഞുങ്ങളെ സെക്സിൽ നിന്നല്ല രക്ഷിക്കേണ്ട, മാതാപിതാക്കന്മാരിൽ നിന്നാണ് രക്ഷിക്കേണ്ടത്. കുഞ്ഞുങ്ങളെ രക്ഷിക്കേണ്ട സെക്സിൽ നിന്നല്ല, സഭയിൽ നിന്നാണ് രക്ഷിക്കേണ്ടത്. കുഞ്ഞുങ്ങളെ രക്ഷിക്കേണ്ടത് സെക്സിൽ നിന്നല്ല, സംസ്കാരത്തിൽ നിന്നാണ് രക്ഷിക്കേണ്ടത്. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. അതുകൊണ്ട് ഇനിയുമുള്ള നാളുകളിൽ നാം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവർക്ക് യഥാർത്ഥ മനുഷ്യത്വ വ്യക്തിത്വം ഉണ്ടാകുവാൻ നാം കൂട്ടാക്കുകയും ആ ലക്ഷ്യം മറ്റെല്ലാറ്റിനും ഉപരിയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചാണ് ചിന്തകൾ അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഒരു പക്ഷേ ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ നമുക്കറിയാം 3 പരീക്ഷകൾ. ഈ 3 പരീക്ഷയിലും എന്താണ് സെക്സ് ഒരു വിഷയമാകാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വയറ് ഒരു പരീക്ഷയാണ്, വിശ്വാസം ഒരു പരീക്ഷയാണ്, രാഷ്ട്രീയം ഒരു പരീക്ഷയാണ്. അപ്പം കഴിക്കുക, കല്ലപ്പ ആക്കുക, പിന്നെ ദേവാലയത്തിന് വെളിയിൽ നിന്ന് ചാടി അത്ഭുതം പ്രവർത്തിച്ച് മനുഷ്യരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യുക, പിന്നെ ലോകത്തെ നിയന്ത്രിക്കുക. അതാണ് രാഷ്ട്രീയം. ഇതിലൊന്നും എന്താണ് സെക്സ് അത്ര പ്രാധാന്യം ഇല്ലാതെ പോയത്? അന്നാർക്കും സെക്സ് ഇല്ലാഞ്ഞിട്ടാണ്? അങ്ങനെയല്ല. അത് ആ വ്യക്തിത്വത്തിൻ്റെ മനോഹാരിതയാണ്. നാം വിചാരിക്കുന്നത് പോലെ, ഇപ്പോൾ ഫ്രോയിഡ് നമ്മെ പഠിപ്പിച്ചതുപോലെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ സെക്സാണ്. ദ വേൾഡ് മൂവ്സ് ഓൺ സെക്സ്. സെക്സ് റൂൾസ് ദ വേൾഡ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ്? ദൈവമല്ല ലോകത്തെ ഭരിക്കുന്നത്, പിന്നെന്താണ്? സെക്സാണ് ഭരിക്കുന്നത്. ആലോചിച്ചോ, അതിനേക്കാൾ വലിയ പൊട്ടത്തരം.
എന്നാൽ പറയുന്നതിനൊരു അർത്ഥമുണ്ട്. എന്താണ്? നമ്മളിപ്പോൾ നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഘടകമായിരിക്കേണ്ട വസ്തു അത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ രാജ്യത്വം ചെയ്യും. ഇപ്പം ഏതെങ്കിലും ഒരു ചെറിയ ഘടകം അത് മാത്രമാണ് പ്രധാനം എന്ന് പറഞ്ഞാൽ നാം അതിൻ്റെ അടിമയായി പോകും. അടിമത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണതയെ ഉപേക്ഷിച്ച് അംശമായതിനെ മാത്രം ആശ്രയിച്ചിരിക്കുമ്പോൾ ആ അവസ്ഥയുടെ പേരാണ് അടിമത്വം. പൂർണ്ണത സ്വാതന്ത്ര്യം നൽകുന്നു, അംശമായത് അടിമത്വം പ്രദാനം ചെയ്യുന്നു. ഇതാണ് മർമ്മം. അപ്പം അതുകൊണ്ട് യേശു പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായിരുന്നില്ല. കാരണം യേശുവിൻ്റെ വ്യക്തിത്വം അപ്പോൾ തന്നെ പൂർണ്ണത പ്രാപിച്ചതായിരുന്നു. എന്നാൽ ആ ഒരവസ്ഥയിൽ പോലും പരീക്ഷിക്കപ്പെടുക എന്നത് സർവ്വലൗകികമായൊരു മാനുഷിക അവസ്ഥയാകയാൽ യേശുവിനും ആ പരീക്ഷയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നു. പക്ഷേ ആ പരീക്ഷയിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളതിൻ്റെ മർമ്മം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഓരോ ഘട്ടത്തിലും യേശുവിൻ്റെ ബോധതലം വർദ്ധിച്ച് അതാരംഭിക്കുന്നത് വയറിനെ പറ്റിയുള്ള ചിന്തയിലാണ്. നിത്യവിഭവത്തിനെങ്കിൽ കല്ലിനോട് അപ്പമാകാൻ പറയുക, അപ്പോൾ വയർ നിറയ്ക്കുക. പിന്നെ അടുത്ത സ്റ്റേജിൽ ദേവാലയത്തിൽ എത്തുന്നു, വയറിൽ നിന്ന് ദേവാലയത്തിലെത്തുന്നു, അതിൻ്റെ മുകളിൽ കയറുന്നു. മൂന്നാമത്തെ സ്റ്റേജിൽ മലയുടെ മുകളിൽ കയറുന്ന ലോകത്തിലെ രാജ്യങ്ങളെ മുഴുവൻ. അപ്പോൾ ആ ബോധതലം വികസിക്കുന്ന ആലോചിക്കുക. ഇതാണ് സംഭവിക്കേണ്ടത്. അതിന് പകരം നമ്മൾ ഈ കൊച്ചു സഭകളുടെയും സഭാപരമായ പ്രവർത്തനങ്ങളുടെയും പരോക്യലിസം എന്ന് പറയും. മനുഷ്യനെ നികൃഷ്ടനാക്കാൻ, അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ വിളക്കണച്ച് കളയാൻ മറ്റൊന്നും വേണ്ട അല്പത്തരത്തിൻ്റെ കളരിയാണിത്. അങ്ങനെ വളർത്തപ്പെടുന്ന ഒരു യുവാവിന് എങ്ങനെ ലൈംഗിക അരാജകത്വം വരാതിരിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത്? ദയവായി നിങ്ങൾ ആലോചിച്ച് നോക്കണം. നാം വരുത്തി വെക്കുന്ന വിനയാണിത്. ഇത് നമ്മുടെ കൈപ്പണിയാണ്, നമ്മുടെ നേട്ടമാണ്, തലമുറകൾക്ക് നാം കൈമാറ്റം ചെയ്യുന്ന ശാപമാണിത്. അല്ലാതെ ദൈവം നമ്മെ സൃഷ്ടിച്ചു നാം വിശ്വസിക്കുന്നുവല്ലോ. സെക്സ് എന്ന് ലൈംഗികത എന്ന് പറയുന്നത് നമ്മുടെ സൃഷ്ടിയുടെ ഭാഗമാണെന്ന് നാം വിശ്വസിക്കുന്നുവല്ലോ. അത് ദൈവം വിഭാവന ചെയ്തത് ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്, ടു പെർപെച്വേറ്റ് ദ സ്പീഷീസ്, നാം വിശ്വസിക്കുന്നുവല്ലോ. ആ ജീവൻ നിലനിർത്തുക എന്നുള്ളത് പരിപാവനമായൊരു ലക്ഷ്യമാണെന്ന് നാം വിശ്വസിക്കുന്നുവല്ലോ. രണ്ട് പക്ഷമുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇത് അരാജകത്വത്തിന് മാർഗമായത്? നമ്മളാക്കി വെച്ചതാണ്. ഇപ്പോഴും നാം അത് ചെയ്യുന്നു. പക്ഷേ ഇതിനെ അരാജകത്വം കൊണ്ട് നിറയ്ക്കുന്ന നമ്മുടെ ഈ പ്രവർത്തന രീതികൾ, സാംസ്കാരികമായ ദാഹങ്ങൾ, വിശപ്പുകൾ, അതിൽ നിന്ന് അല്പം ഒന്ന് വേറിട്ട് ചിന്തിക്കണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അരിശമാണ്. അത് നടക്കാത്ത കാര്യമാണ്. എൻ്റെ രണ്ടാമത്തെ പുസ്തകം, ഞാൻ യൂറോപ്യൻ ഓഡിയൻസിന് വേണ്ടി എഴുതിയ പുസ്തകം ഞാൻ സൂചിപ്പിച്ചില്ലേ, ക്രോസ് കൾച്ചറൽ ഇഷ്യൂസ് ഇൻ എയ്ഡ്സ്, അത് ഇംഗ്ലണ്ടിൽ നിന്ന് പീറ്റർ നോസ്റ്റർ എന്ന് പറയുന്ന പബ്ലിഷിംഗ് ഫേം പബ്ലിഷ് ചെയ്യാനായിട്ട് അക്സെപ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അവരുടെ ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ 5 തവണ ഒരു മാനുസ്ക്രിപ്റ്റ് റിവ്യൂ ചെയ്യും. അതിൻ്റെ ഫൈനൽ റിവ്യൂ വരുന്ന ഒരു എത്തിക്കൽ കമ്മിറ്റിയാണ്. എൻ്റെ മാനുസ്ക്രിപ്റ്റ് ആദ്യത്തെ 4 സ്റ്റേജിലും ക്രോസ് ചെയ്ത് അവസാനം എത്തിക്കൽ കമ്മിറ്റിയുടെ മുമ്പിലെത്തി. അവർ പറഞ്ഞു, ഇത് പബ്ലിഷ് ചെയ്യണം, പക്ഷേ 2 കാര്യം ഇതിനകത്തുള്ളത് മാറ്റാൻ ഓതറിനോട് പറയണം. ഈ 2 കാര്യം എന്താണ്? ഒന്ന്, ഹോമോസെക്ഷുവാലിറ്റിയെ പറ്റിയുള്ള എൻ്റെ നിലപാട്, അത് വേദപുസ്തകം പറയുന്നതിനനുസരിച്ചാണ് എൻ്റെ നിലപാട്. അവർ പറഞ്ഞു അത് നമുക്ക് സ്വീകരിക്കാൻ. പീറ്റർ നോസ്റ്റർ ഒരു ക്രിസ്ത്യൻ പബ്ലിക്കേഷനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ ഒക്കത്തില്ല. രണ്ടാമത്, പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ക്രീഡ്, വിശ്വാസ പ്രമാണം എന്താണ്? മനുഷ്യന് അവൻ്റെ ലൈംഗികമായ വികാരങ്ങളുടെ മേൽ ഒരു നിയന്ത്രണവും സാധ്യമല്ല. മാൻ കനോട്ട് എക്സസൈസ് എനി കൺട്രോൾ ഓവർ ഹിസ് സെക്ഷുവാലിറ്റി. മനുഷ്യൻ നിസ്സഹായനാണ്. ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറയുന്നത് അങ്ങനെയല്ല, അതൊരു മിഥ്യയാണ്. അത് മാറ്റാൻ അതിനോട് പറയണം. അപ്പോൾ എനിക്ക് എഴുതി. ഞാൻ പറഞ്ഞു, ഈ 2 നിലപാടും മാറ്റാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ മാനുസ്ക്രിപ്റ്റ് അതുപോലെ പബ്ലിഷ് ചെയ്താൽ മാത്രം നിങ്ങൾ പബ്ലിഷ് ചെയ്യാതെ മതി. വയ്യെങ്കിൽ അതിന് തിരിച്ചു തന്നാൽ ഞാനിവിടെ പബ്ലിഷ് ചെയ്തോളാം. അവർ തിരിച്ചു തന്നു. ഞാൻ ഡൽഹിയിൽ നിന്നാണ് പബ്ലിഷ് പറഞ്ഞു വന്നത്. നാം പൊതുവായി വെച്ച് പുലർത്തുന്ന വിശ്വാസ പ്രമാണത്തിൽ നമുക്ക്
നമ്മുടെ വികാരത്തിൻ്റെ മേൽ യാതൊരു നിയന്ത്രണവും സാധ്യമല്ല എന്ന് നാം പറയുകയും അതിനനുസരിച്ച് ജീവിക്കുകയും അതിനനുസരിച്ചുള്ള സംസ്കാരം നാം സൃഷ്ടിക്കുകയും ചെയ്തിട്ട് അതിൽ തന്നെ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങൾ യുവതീയുവാക്കന്മാരാകുമ്പോൾ അവർ ലൈംഗിക അരാജകത്വത്തിലേക്ക് പോകുന്നുള്ള അയ്യോ എന്തെങ്കിലും പ്രതിവിധി പറഞ്ഞു തരണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ദയവായി മനസ്സിലാക്കുക, നാം ഉണ്ടാക്കി വെക്കുന്ന വിന. ഇത് പറയുമ്പോൾ പലരും പറയുകയോടെ ഈ മുതുക്കന് സെക്സ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, അതിൻ്റെ പവർ എന്താണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം നിയന്ത്രിക്കാൻ വയ്യാന്ന് പറയുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മെ അടക്കി ഭരിക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളൊരു ഫുട്ബോൾ പ്രേമിയാണെന്ന് വിചാരിക്കുക. വേൾഡ് കപ്പ് ഫൈനൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അർജൻറ്റീന പ്ലേസ് ബ്രസീൽ, കേരളത്തിൽ ഹരമാണല്ലോ. ആ കളി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ സെക്സ് വരുമോ? പ്രത്യേകിച്ച് മൗത്തിൽ ഗോൾ അടിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ പെനാൽറ്റി ഷൂട്ടൗട്ട് നടത്തുക, ഉണ്ടെങ്കിൽ നിങ്ങൾ സെക്സാണ് ചിന്തിക്കുക. കംപ്ലീറ്റായിട്ടില്ല. നിങ്ങളുടെ മനസ്സിലതില്ല, നിങ്ങളുടെ ലോകത്തിലതില്ല. കാരണം എന്താണ്? നിങ്ങളുടെ സർവ്വശക്തിയും ഒരു ചെറിയ കാര്യത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ ദൈവത്തിൽ കേന്ദ്രീകരിക്കാൻ സാധിച്ചാൽ, നിങ്ങളുടെ വ്യക്തിത്വത്തെ ലോകത്തിൻ്റെ വിശാലമായ സാധ്യതകളിലേക്ക് കൂടെ തിരിക്കാൻ സാധിച്ചാൽ, നിങ്ങളെക്കാൾ വലിയ ഒരു ലക്ഷ്യം മാനിച്ച് ജീവിക്കുന്നത് അഭികാമ്യമാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ, ഈ അരാജകത്വത്തിൻ്റെ മേൽ കടിഞ്ഞാണിടുവാൻ സാധിക്കുമെന്നത് എൻ്റെ സാക്ഷ്യമത്രേ. അതല്ല എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് നാം നമ്മുടെ യുവതീയുവാക്കന്മാരെ പ്രത്യേകിച്ച് പരിശീലിപ്പിക്കേണ്ട ഒരു ഭാഗം ഇതാണ്. പക്ഷേ സങ്കടമെന്ന് പറയട്ടെ, യുവതീയുവാക്കന്മാർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളോട് അർത്ഥവത്തായ ബന്ധം പുലർത്തുവാൻ സഹായിക്കുന്ന യാതൊരു ശുശ്രൂഷയും ഒരു സഭയുടെയും ജീവിതത്തിൽ. സഭകൾ യുവതീയുവാക്കന്മാരെന്ന് പറഞ്ഞാൽ കണ്ടം വഴി ഓടും. കാരണം അവരുടെ അനുഭവങ്ങൾ മനസ്സിലാക്കുവാനും അവർ വസിക്കുന്ന ഈ സാംസ്കാരിക ലോകത്തിൻ്റെ വടംവലികൾ മനസ്സിലാക്കുവാനും അതിനെപ്പറ്റി ആധികാരികമായി ആധ്യാത്മികവും സന്മാർഗികവുമായ ഒരധികാരത്തോടെ മോറൽ ആൻഡ് സ്പിരിച്വൽ അതോറിറ്റി അവർക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിവുള്ള ആരും പുരോഹിത വർഗത്തിലില്ല എന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരു 50 വർഷത്തിന് മുൻപ് കണ്ട ഒരു ഇറ്റാലിയൻ ഫിലിം, അത് ഞാൻ ഒന്ന് ഓർത്തിട്ട് ഇത് നിർത്താൻ പോവുകയാണ്. എനിക്ക് കഥയെ മുഴുവൻ ഓർമ്മയില്ല, പക്ഷെ ഒരു സീൻ ഇങ്ങനെയാണ്. ഒരു കത്തോലിക്ക പുരോഹിതൻ ഒരു ടീനേജ് യുവാവിൻ്റെ കൺഫെഷൻ കേൾക്കുകയാണ്. അപ്പോൾ അവന് കഴിഞ്ഞൊരാഴ്ച മുഴുവൻ ചെയ്തൊക്കെ ഇങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ ക്യാമറ ഫോക്കസ് ചെയ്യുന്നത് ഈ അച്ഛൻ്റെ മുഖത്താണ്. അവൻ ഓരോന്ന് പറയുന്തോറും ഇദ്ദേഹം കുറച്ച് കഴിയുമ്പോൾ ഇതേ സഹിക്കാൻ വെച്ച് ആഴി നിന്നിട്ട് പറഞ്ഞു, നിൻ്റെ കൺഫെഷനാണോ പറയുന്നത്, ഞാൻ ചെയ്ത കാര്യമാണോ പറയുന്നത്? മനസ്സിലാക്കണം, നീ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നീ ചെയ്തതാണോ, ഞാൻ ചെയ്ത കാര്യം നീ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇതാണ് ഇന്നത്തെ അവസ്ഥ. ഇതുകൊണ്ടാണ് വലിയ അരാജകത്വമാണ്, നമുക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നൊക്കെ പറയുന്നത്. അങ്ങനെയല്ല, നമ്മൾ നിസ്സഹായരല്ല. എന്നാൽ ഒരു മനുഷ്യനൊരു മാംസപിണ്ഡം മാത്രമാണെന്ന് ഞാനും വിചാരിച്ചാൽ നമ്മൾ 100% നിസ്സഹായരാണ്. അല്ല, നാം യഥാർത്ഥത്തിൽ മനുഷ്യരാണെങ്കിൽ, മനുഷ്യ വ്യക്തിത്വം അത്ഭുതകരമായ ദൈവികമായ സിദ്ധിയാണെന്ന് നാം വിശ്വസിക്കുമെങ്കിൽ, അതിൻ്റെ മേൽ ദൈവം കാർമ്മികത്വം ചെയ്യുന്നു, ദൈവത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു, നിൻ്റെ തലയുടെ ഒരു നാര് പോലും ഞാൻ അറിയാതെ വീഴുകയില്ല എന്ന് പറയുന്ന ദൈവം ആ കണ്ണുകൾ നമ്മിൽ പതിച്ചിരിക്കുന്നു എന്ന ബോധ്യമുണ്ടെങ്കിൽ, അതിനനുസരിച്ച് നമ്മുടെ വ്യക്തിത്വം വളർത്തിയെടുക്കുവാൻ നാം കൂട്ടാക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ വളർത്തിയെടുക്കാനായി യുവതീയുവാക്കന്മാരെ സഹായിക്കുന്ന ശുശ്രൂഷകൾ ആവിഷ്കരിക്കുവാൻ സഭകൾ കൂട്ടാക്കുന്നുവെങ്കിൽ, ഇത് നാം ഇപ്പോൾ വിചാരിക്കുന്നത് പോലെ അത്ര കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരു വിഷയമല്ല എന്നുകൂടെ തൽക്കാലം സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത വീഡിയോ കൂടെ കാത്തിരിക്കാം എന്ന് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്ക് ഈ അന്വേഷണ യാത്ര തുടരാം.